LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പയ്യനാമൺ സ്വദേശി ആനന്ദനാണ് ഗുളിക ധാരാളമായി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുന്നില്ലെന്ന് പരാതി അറിയിച്ചുകൊണ്ട് നിരവധി നിക്ഷേപകർ ബാങ്കിലേക്ക് എത്തുന്നുണ്ട്. എനിക്ക് പലിശ എല്ലാം കൂടെ 10 ലക്ഷത്തിന് മേലുണ്ട്. ബാങ്കിൽ ബന്ധപ്പെടുമ്പോൾ പൈസ ഇല്ല, കസ്റ്റമർ ആരും വന്നില്ല. ഇന്ന് അല്ലെങ്കിൽ നാളെ തരാം. ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ഇന്നലെ ഞാൻ ഇന്നലെ വിളിച്ചുണ്ടെങ്കിൽ ബെല്ലേ ഉള്ളു, എടുക്കുന്നില്ല. ഇന്ന് 2 തവണ വിളിച്ചു, ബെല്ലുണ്ട്, എടുക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വിളിച്ചിട്ട് എടുത്തില്ല. അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ആഴ്ച വന്നില്ല. അതിൻ്റെ തലേ ആഴ്ച വന്നപ്പോൾ 2000 രൂപ വന്നു. അതിന് 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ 2000 രൂപ വന്നു. എനിക്കതിനകത്ത് മരുന്ന് വാങ്ങിക്കാൻ പോലും എനിക്ക് തികയുന്നില്ല പൈസ. 30 വർഷം മുമ്പുള്ള നിക്ഷേപം, 30 വർഷം കൊണ്ടുള്ള ചികിത്സ ആവശ്യം തന്നെയാണ്. 52 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. ചികിത്സ ആവശ്യമൊന്നല്ല, വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ട്. പ്രായം ചെന്ന് കഴിഞ്ഞാൽ പൈസയ്ക്ക് ചിലവുകൾ കൂടുതലുണ്ട്. അതിന് നിക്ഷേപിച്ചിട്ടിരുന്ന പൈസയാണ് 15 ലക്ഷം ചില്ലുവാനും. കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആഴ്ച 2-3 പ്രാവശ്യം വരും. വന്നു കഴിഞ്ഞാൽ ഒരു തവണ പറഞ്ഞാൽ 100 രൂപ ചിലവുണ്ട്. വന്നിട്ട് തിരിച്ചു പോകും. അത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 1 വർഷത്തേക്ക് ഫിക്സഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞും കിട്ടാതെ വന്നു. പിന്നീട് FP-ലോട്ടാക്കി. അതും തരാമെന്ന് പറയാമല്ല, അത് തരുന്നില്ല. തരാനുള്ള സാധ്യത ഒരുപാട് മങ്ങിയിരിക്കുക. കാരണം ഇവിടെ പൈസ അടയ്ക്കാനുള്ളത് കൂടുതലും പാർട്ടിക്കാർ തന്നെയാണ്. ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ലക്ഷങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകൾ അടയ്ക്കാനുണ്ട്. ഇവിടുത്തെ പാർട്ടിയുടെ ഓരോ ചുമതല ഇരിക്കുന്നവർ ലക്ഷങ്ങൾ എടുത്തിട്ടുണ്ട്. അവരൊന്നും തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് പുതിയൊരു പ്രസിഡന്റ് വന്നപ്പം അദ്ദേഹം കുറച്ച് ഇതിന് വേണ്ടിയിട്ട് കാര്യം ചെയ്തപ്പം പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് വന്നപ്പോൾ പുള്ളി ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയി. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, ഇങ്ങനെ പതിവായി കേൾക്കുന്നുണ്ട് പല ബാങ്കുകളിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന CPM ഭരിക്കുന്ന ബാങ്കുകൾ പലതും നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ല. അത്തരം വാർത്തകൾ ഇപ്പോൾ പതിവാണ്. ഇവിടെ എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, LDF വർഷങ്ങളായി ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് തിരികെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ വ്യാപകമാണ്. കാലാകാലങ്ങളായി നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ്, നിരാഹാര സമരങ്ങളടക്കം നടത്തിക്കൊണ്ട് പണം തിരികെ ആവശ്യപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ആനന്ദനും. 65 വയസ്സുള്ള ആളാണ് ആനന്ദൻ. ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആനന്ദൻ നിരവധി തവണ ഒറ്റയ്ക്ക് ബാങ്കിലെത്തിയും കുത്തിയിരുന്ന് സത്യാഗ്രഹം, നിരാഹാരം ഉൾപ്പെടെ നടത്തി പ്രതിഷേധിച്ച് പണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ആനന്ദൻ ബാങ്കിലേക്ക് എത്തി പണം ആവശ്യപ്പെട്ടു. പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ പോയി ഗുളിക ധാരാളമായി കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു എന്നാണ് മകൾ പറയുന്നത്. ആനന്ദൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ആനന്ദനെ കൂടാതെ ധാരാളം ആളുകൾ ബാങ്കിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്, പരാതി അറിയിക്കുന്നുണ്ട്. നേരത്തെ ഈ നിക്ഷേപകരെല്ലാം ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എത്രയും വേഗം തങ്ങളുടെ നിക്ഷേപ തുക തിരികെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് മുൻഗണനാ ക്രമത്തിൽ മുഴുവൻ ആളുകളുടെയും നിക്ഷേപ തുക ബാങ്ക് മടക്കി നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ആ പണം മടക്കി നൽകാൻ ബാങ്കിന് ആയില്ല. ബാങ്കിന് നിലവിൽ ഈ പണം തിരികെ നൽകുന്നതിനുള്ള ശേഷിയില്ല. വായ്പകൾ നടത്തിയിരിക്കുന്നതിന്റെ തിരികെ പണം ലഭിച്ചാൽ മാത്രമേ ഈ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാനാകൂ എന്നുള്ളതാണ് ബാങ്കിൽ നിന്ന് ഉണ്ടാകുന്ന വാദം. മുൻ ഭരണസമിതിയുടെ കാലത്താണ് ബാങ്ക് വലിയ ബാധ്യതയിലേക്ക് പോയതെന്നും പുതിയ ഭരണസമിതി അത് പരിഹരിച്ച് കൊണ്ടുവരികയാണെന്നും ബാങ്കിന് നിലവിൽ ആ സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും മുഴുവൻ ആളുകൾക്കും മുഴുവൻ പണവും തിരികെ നൽകാൻ ആവുകയുള്ളൂ. അതുവരെയും പലിശ ഇനത്തിലുള്ള പണം തിരികെ നൽകാമെന്നുള്ള ഒരു വാദഗതി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നടത്താൻ ബാങ്ക് ഭരണസമിതി ശ്രമിച്ചത്. പക്ഷേ ഇങ്ങനെ പലിശ ഇനത്തിൽ പോലും നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിക്ഷേപകർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ പരാതി. ഓരോ ദിവസവും നിക്ഷേപകർ ബാങ്കിലേക്ക് എത്തുന്നു. 50,000 രൂപ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ലക്ഷങ്ങൾ വരെ തിരികെ പണം ലഭിക്കാനുള്ള നിക്ഷേപകരുണ്ട്. വിദ്യാഭ്യാസ ആവശ്യത്തിനും വിവാഹ ആവശ്യത്തിനും ചികിത്സാ ആവശ്യങ്ങൾക്കുമൊക്കെയായി പണം നിക്ഷേപിച്ച് പണം തിരികെ ലഭിക്കാതെ വാർദ്ധക്യകാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളാണ് ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വലയുന്നത്. ഇവരെല്ലാം ബാങ്കിലേക്ക് എത്തുമ്പോൾ ബാങ്കിൽ നിന്നും കൃത്യമായ മറുപടി പോലും ലഭിക്കുന്നില്ല. എപ്പോഴാണ് തങ്ങൾക്ക് മുഴുവൻ പണം അല്ലെങ്കിൽ പോലും അവരുടെ പലിശ ഇനത്തിലുള്ള പണമെങ്കിലും ഈ മാസാമാസം കൊടുക്കാമെന്ന്, പണം നൽകാമെന്ന് ബാങ്ക് ഉറപ്പു നൽകിയിരിക്കുന്ന പണം പോലും എപ്പോഴാണ് തിരികെ ലഭിക്കുക എന്നത് പോലും അവർക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിക്ഷേപകർ പരാതി അറിയിക്കുന്നത്. ഇവർ പോലീസിലടക്കം പരാതിയുമായി സമീപിക്കുകയും പോലീസ് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുകയും ഈ രീതിയിൽ തന്നെ പലിശ ഇനത്തിൽ എല്ലാ മാസവും പണം തിരികെ നൽകാമെന്നായിരുന്നു ആ ഒരു സമയവും ബാങ്ക് അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ ഭരണസമിതിക്ക് ഇതൊന്നും പരിഹരിക്കാൻ ആകുന്നില്ല, പണം തിരികെ നൽകാൻ ആകുന്നില്ല. നിക്ഷേപകർ വലയുന്ന
സാഹചര്യം. ഇതൊക്കെ തന്നെയാണ് നിക്ഷേപകർ പരാതിയായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. നിരവധി ആളുകളാണ് ഇപ്പോൾ ആനന്ദൻ ഈ ആത്മഹത്യാ ശ്രമം നടത്തിയതിനോട് അനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ ബാങ്കിലേക്ക് പരാതിയുമായി നേരിട്ടെത്തുന്നത്. പ്രതിഷേധങ്ങൾ ഇവിടെ പതിവാണ്. ആനന്ദൻ ഉൾപ്പെടെ നിരവധി തവണ ബാങ്കിലേക്ക് എത്തി പ്രതിഷേധ നിരാഹാര സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതാണ്. 11 ലക്ഷം രൂപയാണ് ആനന്ദൻ ബാങ്കിൽ നിക്ഷേപിച്ചത്. അതിൽ വർഷങ്ങൾ കൊണ്ട് ആനന്ദിന് തിരികെ ലഭിച്ചത് വെറും 1.5 ലക്ഷം രൂപ മാത്രമാണ്. വാർദ്ധക്യ സമയത്ത് LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മറ്റൊരു നിക്ഷേപകൻ പറഞ്ഞത് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്, എന്നിട്ട് എന്തുകൊണ്ട് ബാങ്ക് മുഖം തിരിക്കുന്നു എന്നറിയില്ല എന്നാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.